10ാം ക്ലാസ് ഐടിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ലെറ്റ്സ് പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ അഥവാ പത്രത്തങ്ങൾ ഒരുക്കാം എന്ന ചാപ്റ്ററിന്റെ വീഡിയോസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 പാർട്ടോടുകൂടി ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഇത്ര വരെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തെ അല്ലെങ്കിൽ ഇത്ര വരെ തയ്യാറാക്കിയ ഈ ഒരു പേജിനെ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് മാറ്റാനുണ്ട്. ആ ഒരു പണിയാണ് നമ്മൾ ഈ ഒരു പാർട്ടിലൂടെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഹോമിലേക്ക് വരിക. ഇവിടെ ഹോം ഉണ്ട്, ഹോമിലേക്ക് വരിക. ഹോമിൽ നമ്മുടെ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഫോൾഡർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇത് ഇവിടെ തന്നെ ഉണ്ട്, സ്റ്റുഡൻസ് വർക്ക്സ് 10 ഉണ്ട്. നിങ്ങൾ ഏത് ഫോൾഡറിലാണോ സേവ് ചെയ്തത് ആ ഒരു ഫോൾഡറിനകത്തേക്ക് വരിക. അപ്പോൾ ഇതാ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഫയൽ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന് എന്ത് ചെയ്യുക, news.sla എന്നതാണ് അതിൻ്റെ ആ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് വരുന്നത്. news.sla എന്നതാണ്. ഇതെന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ മതി. വേറെ ഒന്നും നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ തന്നെ നേരെ അതെന്താവും, സ്ക്രൈബസിലേക്കായിരിക്കും ഓപ്പൺ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത്തരത്തിൽ നമ്മൾ പത്രങ്ങളായാലും മാഗസിനുകളായാലും മറ്റും ഇങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് ആഡ് ചെയ്യേണ്ട ടെക്സ്റ്റുകൾ, അതേപോലെ തന്നെ കാർട്ടൂണുകൾ, ചിത്രങ്ങൾ, ഇതൊക്കെ തന്നെ ആദ്യം തന്നെ നിങ്ങൾ എടുത്തിട്ട് ഒരു ഫോൾഡറിൽ സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ആ ഒരു ചിത്രങ്ങളായാലും ടെക്സ്റ്റുകളായാലും ആവശ്യത്തിന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും സ്കൂൾ റിസോഴ്സസ് ഫോൾഡറിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ചിത്രത്തെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പത്രത്തിൻ്റെ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് പേജിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ചിത്രം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് ഒരു ഇമേജ് ഫ്രെയിമാണ്. ഓക്കെ, ഇമേജ് ഫ്രെയിം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കുന്നത് ഇവിടെ തന്നെ നമുക്ക് ഇമേജ് ഫ്രെയിം എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ആ ടൂള് ക്ലിക്ക് ചെയ്യാം. ആ ടൂള് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ ടൈറ്റിൽ കൊടുക്കാൻ, ഒരു ന്യൂസിൻ്റെ ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി ചെറിയൊരു സ്പേസ് അവിടെ വിടുന്നു. എന്നിട്ട് കുറച്ച് താഴെയായിട്ട് ഒരു ഇവിടെ ആയിട്ട് ഞാനിതാ ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്യുന്നു. ഓക്കെ, ഈ രീതിയിലൊന്ന് ഡ്രാഗ് ചെയ്തു ഇവിടെ വരെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്രോസ് മാർക്ക് കാണാം. ഇപ്പോൾ കണ്ടിട്ട് ഈ ഒരു റെക്റ്റാങ്കിൾ ആണ്ടില്ല, ഇതിനെയാണ് നമ്മൾ ഇമേജ് ഫ്രെയിം എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഒരു ഇമേജ് ഫ്രെയിം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഇമേജ് ഫ്രെയിം ക്ലിക്ക് ചെയ്തിട്ട് ഇത്തരത്തിൽ ഡ്രാഗ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ഇമേജ് ഫ്രെയിം ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ മറ്റൊരു മാർഗം കൂടിയുണ്ട്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഷേപ്പ് ടൂൾ ഉണ്ട്, നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട് റെക്റ്റാങ്കിൾ വരയ്ക്കാൻ. ഈ സെയിം ഷേപ്പ് ടൂൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ ഒരു റെക്റ്റാങ്കിൾ കിട്ടും. ഓക്കെ, അതൊരു ഷേപ്പ് കിട്ടും. ഈ ഷേപ്പിന് എന്ത് ചെയ്യുക, റെക്റ്റാങ്കിൾ മാത്രമല്ല വേറെയും നിങ്ങൾക്ക് ഷേപ്പുകൾ ഇതാ ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. ആ ഷേപ്പുകളൊക്കെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ റെക്റ്റാങ്കിൾ വരച്ചു. ഓക്കെ, റെക്റ്റാങ്കിൾ വരച്ച ശേഷം ഇതിനെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കൺവേർട്ട് ടു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കൺവേർട്ട് ടു ഇമേജ് ഫ്രെയിം കാണാൻ പറ്റും. ഇത് കൊടുത്തു കഴിഞ്ഞാലും, കൺവേർട്ട് ടു ഇമേജ് ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിനൊരു ഇമേജ് ഫ്രെയിം ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് വേണം, ഒരു ഇമേജ് കൊണ്ടുവരണം. ഇമേജ് ഓൾറെഡി നമ്മൾ നമ്മുടെ ഫോൾഡറിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇമേജ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടന്റ് എന്ന് കാണാം. ഇതിന് നേരെ ഗെറ്റ് ഇമേജ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഗെറ്റ് ഇമേജ്. ഈ രീതിയിലാണ് നമുക്ക് എടുക്കേണ്ടത്. ചെറിയൊരു എളുപ്പമാർഗ്ഗം പറഞ്ഞുതരാം, പക്ഷേ നിങ്ങൾക്ക് എക്സാമിന് ഈ രീതിയിൽ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഇത് ഈ രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഒരു എളുപ്പ വഴിയുണ്ട്. ജസ്റ്റ് ഇതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ എവിടെയാണ് ഇമേജ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഞാനിത് ഇവിടെ ഹോമിലേക്ക് വരുന്നു. ഇവിടെയായിട്ട് നമുക്ക് നമ്മുടെ ഫോൾഡർ കാണാം. ഫോൾഡർ സ്കൂൾ റിസോഴ്സസ് ഫോൾഡറാണ് എടുക്കേണ്ടത്. ഓക്കെ, സ്കൂൾ റിസോഴ്സസ് ഫോൾഡർ. അതിൽ നമ്മൾ 10ാം ക്ലാസ്സിലല്ലേ, അപ്പോൾ 10ൻ്റെ ഫോൾഡർ എടുക്കാം. അതിൽ സ്ക്രൈബസ് കാണാൻ പറ്റും. സ്കൂൾ റിസോഴ്സസിൽ ക്ലാസ് 10ൽ സ്ക്രൈബസിലേക്ക് വരിക. അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു 3 ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ ആദ്യത്തെ ചിത്രമുണ്ട്, ozone.png. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഓക്കെ ഉണ്ട്, അത് കൊടുത്താലും മതി. അപ്പോൾ ഇതാ ഇങ്ങനെ കണ്ടില്ലേ, നമ്മുടെ ആ ഒരു ചിത്രം ആ ഒരു ഫ്രെയിമിനകത്തേക്ക് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് വലുതായിട്ട് അതിൽ ആ ഒരു ഫ്രെയിമിൽ ഫിറ്റായിട്ടല്ല നിൽക്കുന്നത്. ആ ഒരു ഫ്രെയിമിന് ഫിറ്റായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ, എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം, നോട്ട് ചെയ്ത് വെക്കണം. ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം പറയുന്നതാണ്. ഫ്രെയിമിന് കണക്കായിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കാം. റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഇമേജിൽ വന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ഫ്രെയിം ടു ഇമേജും ഉണ്ട്, അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിമും ഉണ്ട്. ശ്രദ്ധിക്കണം, കൺഫ്യൂഷൻ ആവരുത്. അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം കൊടുക്കുക, അതായത് ഇമേജിനെ ഫ്രെയിമിൻ്റെ രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഫ്രെയിമിന് കണക്കായിട്ട് അഡ്ജസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇമേജിൽ അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിന് കുറച്ചും കൂടി വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിനെ പിടിച്ച് വലിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഇതാ ഈ രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊന്ന് നോക്കി ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ഈ ഇമേജിന് അതിൻ്റെ ഫുൾ റെസൊല്യൂഷനിലല്ല നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അത്ര ഒരു ഭംഗിയിൽ ആ ഒരു നമ്മൾ വിചാരിച്ച നമ്മുടെ ആ ഒരു ചിത്രത്തിൻ്റെ കറക്റ്റ് റെസൊല്യൂഷൻ നമുക്കിവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ റെസൊല്യൂഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതിന് മുകളിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക.
റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിവ്യൂ സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് ഇവിടെ ഫുൾ റെസൊല്യൂഷൻ എന്നുണ്ട്. നോർമൽ റെസൊല്യൂഷനിലാണ് ഓൾറെഡി ഇത് ഉള്ളത്. അതിനെന്ത് ചെയ്യുക, ഫുൾ റെസൊല്യൂഷനിലേക്ക് മാറ്റുക. ഓക്കെ, ഇമേജിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രിവ്യൂ സെറ്റിംഗ്സ് എടുക്കുക, അതിൽ ഫുൾ റെസൊല്യൂഷൻ കൊടുക്കുമ്പോൾ കണ്ടില്ലേ, ചെറിയ സൂക്ഷിച്ച് നോക്കിയാൽ അത് കുറച്ചും കൂടി അത് നല്ല ഫുൾ റെസൊല്യൂഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. പത്രങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ അതിൽ പല ഭാഗങ്ങളിലായിട്ട് ചില QR കോഡ് കാണാൻ പറ്റും. ആ QR കോഡ് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു QR കോഡ് സ്കാനറോ ഗൂഗിൾ ലെൻസ് ഒക്കെ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൊടുത്തിട്ടുള്ള ആ ഒരു വെബ്സൈറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ആ രീതിയിലുള്ള ഒരു QR കോഡ് നമുക്ക് സ്ക്രൈബേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ പത്രത്തിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് QR കോഡ് കൊണ്ടുവരലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടൂൾ ബാർ ഉണ്ട്. ടൂൾ ബാറിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ, സൂക്ഷിച്ച് നോക്കണം, ഇവിടെയായിട്ട് നിങ്ങൾക്ക് ബാർകോഡ് എന്ന് കാണാൻ പറ്റും. ബാർകോഡ് എന്ന് പറയുന്ന ഒരു ഐക്കൺ ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ബാർകോഡ് ഐക്കണാണ് നമുക്ക് QR കോഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇതിന് മുകളിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ 3 സ്ഥലത്തെ മാറ്റം വരുത്തുണ്ടു. തെറ്റിപ്പോവരുത്. തെറ്റിപ്പോവലല്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യും, പിന്നീട് ചെയ്യുമ്പോൾ ചിലപ്പോൾ മറന്നു പോകും. ഇത്രേ ചെയ്യാനുള്ളൂ. 3 എണ്ണം മാറ്റം വരുത്തിയാൽ മതി. ഒന്ന് ബാർകോഡ് ഫാമിലി. ബാർകോഡ് ഫാമിലി നേരെ എന്ത് ചെയ്യുക, 2 ഡയമെൻഷണൽ സിമ്പിൾ കൊടുക്കുക. 2 ഡയമെൻഷണൽ സിമ്പിൾസ്. ഓക്കെ, അടുത്തത് ബാർകോഡാണ്. ബാർകോഡ് എന്ത് ചെയ്യുക, QR കോഡ് കൊടുക്കുക. ബാർകോഡ് എന്ത് ചെയ്യുക, QR കോഡ് കൊടുക്കുക. അടുത്തത് കണ്ടൻസ് ആണ്. അതായത് നമ്മൾ ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടേക്കാണ് പോവേണ്ടത്, ഏത് സൈറ്റിലേക്കാണ് പോവേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ സ്കൂളിൻ്റെ ഒരു പത്രമാണ് തയ്യാറാക്കുന്നത്, സ്കൂളിന് ഒരു സൈറ്റ് ഉണ്ടെങ്കിൽ, ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. അത് സ്കാൻ ചെയ്യുമ്പം സ്കൂൾ വിക്കിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ കൊടുക്കുന്നത്. എന്താണോ നിങ്ങൾക്ക് ആ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ പോകേണ്ട ആ ഒരു സൈറ്റ്, അത് കൊടുക്കുക. ഈ 3 സ്ഥലത്ത് നിങ്ങൾ മാറ്റം വരുത്തേണ്ടതായിട്ടുള്ളൂ. നോട്ട് ചെയ്ത് വെക്കണേ, കാരണം പിന്നീട് നിങ്ങൾക്ക് മറന്നുപോകും ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തത് എന്നുള്ള മറന്നുപോകും. ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ താഴെ ഓക്കെ കൊടുക്കുക. ഇവിടെ താഴെ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൗസിൻ്റെ ആ ഒരു കേഴ്സറിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ച് നോക്കുക. ഇനി എവിടെയാണ് നിങ്ങൾക്ക് QR കോഡ് കൊടുക്കേണ്ടത്, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ QR കോഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഈ QR കോഡിനെ ജസ്റ്റ് ഒന്ന് വലിച്ച് ഇവിടെ ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിലേക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ആ ഒരു QR കോഡിൻ്റെ പരിപാടി കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മുടെ പത്രം ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ പത്രങ്ങളും മാസികകളും മാഗസിനൊക്കെ എടുത്ത് നോക്കിയാൽ അതിലുള്ള ടെക്സ്റ്റുകൾ കോളങ്ങളായി തിരിച്ചിട്ട് വെച്ചത് കാണാം. നല്ല വൃത്തിയിൽ കോളങ്ങളാക്കി തിരിച്ചിട്ടായിരിക്കും അതിലെ വാർത്തകളൊക്കെ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ കോളങ്ങളായി തിരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പത്രത്തിലേക്ക് വാർത്തകൾ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. വീണ്ടും ടെക്സ്റ്റ് ഫ്രെയിമിലേക്ക് വരുന്നു. ടെക്സ്റ്റ് ഫ്രെയിം ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇവിടെ തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇവിടെ മുഴുവനായിട്ട് ഞാനൊന്ന് ഡ്രാഗ് ചെയ്യുന്നു, ഇത്ര വരെ ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗത്ത് ടെക്സ്റ്റ് ഫ്രെയിം കൊണ്ടുവന്നു. ടെക്സ്റ്റ് ഫ്രെയിം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെറുതെ വെച്ചാൽ പോരാ, നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ 3 കോളമാക്കിയിട്ട് മാറ്റണം. കോളമാക്കി മാറ്റാൻ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ആണ് എടുക്കേണ്ടത്. ഇവിടെ തന്നെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇനി ഇവിടെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഇല്ല എങ്കിൽ ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കണ്ടന്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് വന്നോളും. ഓക്കെ, ഈ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കോളംസ് ആൻഡ് ടെക്സ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടാബ് കാണാം. ഈ ഒരു ടാബ് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കോളംസ് 1 ആണുള്ളത്, ഒറ്റ കോളമാണിത്. ഇതിന് നമുക്ക് എന്താണ് 3 കോളമാക്കി മാറ്റണം. അതിനുവേണ്ടി 1 എന്നത് മാറ്റിയിട്ട് 3 കൊടുക്കുക, എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ 1 2 3 3 കോളമായി വന്നിട്ടുണ്ട്. ഇനി ഇത്ര മാത്രം പോരാ, ഈ 3 കോളം തമ്മിൽ ഒരു ഡിസ്റ്റൻസ് വേണം. ആ ഡിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഗ്യാപ്പ് ഉണ്ട് അല്ലേ, അതായത് ആ 3 കോളം തമ്മിലുള്ള ഗ്യാപ്പ് കൊടുക്കണം. ഈ ഗ്യാപ്പിന് നേരെ 0 ആണ്, അത് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ഒരു 3 അല്ലെങ്കിൽ 4 ആക്കി കൊടുക്കുന്നു. ഞാൻ 4 മില്ലിമീറ്റർ ആക്കുന്നു. അതായത് ഈ കോളത്തിൽ ഇത്രയും ഭാഗത്ത് വാർത്ത ഉണ്ടാവും. പിന്നെ ഈ ഒരു ജസ്റ്റ് ഗ്യാപ്പ് നമുക്ക് കിട്ടും. 4 മില്ലിമീറ്റർ ഗ്യാപ്പ് ഇവിടെ കിട്ടും. ഇവിടെ വാർത്ത ഉണ്ടാവും, ഇവിടെ എന്ത് ചെയ്യും, 4 മില്ലിമീറ്റർ ഗ്യാപ്പ് കിട്ടും. ഈ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കോളം ഒക്കെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം, ഇവിടെ വാർത്ത കൊണ്ടുവരണം. വാർത്ത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. നമ്മൾ നേരത്തെ ഇമേജ് കൊണ്ടുവന്നതുപോലെ തന്നെയാണ് ഈ ടെക്സ്റ്റ് ഫ്രെയിമിന് മുകളിലായിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടന്റ് എന്ന് കാണാം. അവിടെ ഗെറ്റ് ടെക്സ്റ്റ് ഉണ്ട്, ഗെറ്റ് ടെക്സ്റ്റ് അത് കൊടുക്കുക. എവിടെയാണ് നിങ്ങൾ ഇത് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടെ നിന്ന് നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. നമുക്ക് ഓൾറെഡി സ്കൂൾ റിസോഴ്സസ് ഫോൾഡറിൽ കുറച്ച് ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. നമ്മൾ ഹോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ സ്കൂൾ റിസോഴ്സസ് ഫോൾഡറിലേക്ക് വരിക. സ്കൂൾ റിസോഴ്സസ് ഫോൾഡറിൽ ക്ലാസ് 10 എന്ന ഫോൾഡർ ഉണ്ട്. ക്ലാസ് 10 എന്ന ഫോൾഡറിൽ സ്ക്രൈബസ് എന്ന ഫോൾഡറിൽ ടെക്സ്റ്റ് 1 ഉണ്ട്, സാമ്പിൾ ടെക്സ്റ്റ് 1 ഉണ്ട്, സാമ്പിൾ ടെക്സ്റ്റ് 2 ഉണ്ട്. ഞാനിവിടെ സാമ്പിൾ ടെക്സ്റ്റ് 1 എടുക്കുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യും.
അപ്പോൾ തന്നെ ഇവിടെ ടെക്സ്റ്റ് വന്നതായിട്ട് കാണാം. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ ബാക്കി പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുതരാം. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ ഒരുപാട് ടെക്സ്റ്റുകൾ ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ വെറുതെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ കുറേ ടെക്സ്റ്റുകൾ ഉണ്ടെങ്കിൽ ഈ ഫ്രെയിമിന് പുറത്തേക്ക് ടെക്സ്റ്റ് പോയി അല്ലേ? അതായത് കുറേ ടെക്സ്റ്റുകൾ ഉണ്ട്, ഈ ഫ്രെയിമിന് പുറത്തേക്ക് ടെക്സ്റ്റ് പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ ചെറിയൊരു ഐക്കൺ കാണാൻ പറ്റും. ഇതിനെയാണ് ടെക്സ്റ്റ് ഓവർഫ്ലോ ഐക്കൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ടെക്സ്റ്റ് ഫ്രെയിമിൽ കൊള്ളുന്നതിലും അധികം നിങ്ങൾക്ക് ടെക്സ്റ്റുകൾ അവിടെ വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു ഐക്കൺ കാണാം. അതിനെ നമ്മൾ ടെക്സ്റ്റ് ഓവർഫ്ലോ ഐക്കൺ എന്നാണ് പറയാം. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ആ ഒരു ടെക്സ്റ്റ് ഓവർഫ്ലോ ഐക്കണിന് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൗസ് പോയിന്റ് ഒന്ന് മാറുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, ആ ഒരു മൗസിൻ്റെ കേഴ്സർ ഒന്ന് മാറിയിട്ടുണ്ട്. അതായത് ആ ബാക്കിയുള്ള ഈ ടെക്സ്റ്റ് ഫ്രെയിമിനകത്ത് ബാക്കി വരുന്ന ടെക്സ്റ്റ് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയാണോ അത് വേണ്ടത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ബാക്കി വരുന്ന ആ ഒരു ടെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഇതേപോലെ കൊണ്ടുപോയി വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഈ രീതിയിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ നമ്മൾ കൊടുത്ത ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഒക്കെ ഫോണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റിനെ മുഴുവനായിട്ട് നമുക്ക് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് Ctrl+A കൊടുക്കുക. Ctrl+A, അപ്പോൾ മുഴുവൻ സെലക്ട് ആവും. ഇവിടെ നമുക്ക് തെറ്റിപ്പോകാനുള്ള ഒരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇത് ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്യും. ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് പുറത്തൊക്കെ ക്ലിക്ക് ചെയ്തിട്ടാണ് Ctrl+A കൊടുക്കുന്നതെങ്കിൽ മുഴുവനായിട്ട് സെലക്ട് ആവും, മുകളിലൊക്കെ സെലക്ട് ആവും. ഇങ്ങനെയല്ല, നമുക്ക് ടെക്സ്റ്റ് മാത്രം സെലക്ട് ആവണമെന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റിന് മുകളിൽ ആ ടെക്സ്റ്റ് ഫ്രെയിമിന് അതല്ലോ നമ്മുടെ ടെക്സ്റ്റ് ഫ്രെയിം, ഈ ടെക്സ്റ്റ് ഫ്രെയിമിന് മുകളിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്ത ശേഷം Ctrl+A കൊടുക്കുക. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് മാത്രം സെലക്ട് ആവും. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇവിടെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇവിടെയുള്ള ടെക്സ്റ്റ് ലാംഗ്വേജ് മലയാളം ആക്കണം കേട്ടോ. ഇംഗ്ലീഷ് മാറ്റിയിട്ട് നമുക്കിവിടെ മലയാളം കൊടുക്കാം. ഞാനിവിടെ മലയാളം കൊടുത്തു. അതേപോലെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു മലയാളം യൂണിക്കോഡ് ഫോണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ആവശ്യമുള്ള ഇഷ്ടമുള്ള ഒരു ഫോണ്ട് നിങ്ങൾക്ക് കൊടുക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ അച്ചടിച്ച് വന്നിട്ടുള്ളത് തുമ്പ എന്ന് പറയുന്ന ഒരു ഫോണ്ടിലാണ്. ഓക്കെ, അതും ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. തുമ്പ എന്ന ഫോണ്ട് ഇതിൽ അവൈലബിൾ ആണ്. കാണിച്ചു തരാം. ഇതിവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പേരറിയാമെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്താലും മതി. ഓക്കെ, ഇതാ TH എന്ന് അടിക്കുമ്പോൾ തന്നെ തുമ്പ എന്ന് വരുന്നുണ്ട്. ഈ ഒരു ഫോണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ അച്ചടിച്ചിട്ടുള്ള ആ ഒരു ഫോണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് കൊടുക്കാം. എനിക്ക് എന്തായാലും ഇതിലുള്ള ആദ്യത്തെ ഒരു ഫോണ്ട് ഇഷ്ടമായി, അപ്പോൾ ഞാൻ ആ ഒരു ഫോണ്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചിത്രങ്ങൾ കാണാൻ പറ്റും. അങ്ങനെ ചിത്രങ്ങൾ എങ്ങനെ ഇതിനിടയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. വീണ്ടും ഇമേജ് ഫ്രെയിം എടുക്കാം. നമുക്ക് വേണ്ട സ്ഥലത്തൊന്ന് ഡ്രാഗ് ചെയ്യാം. ഞാനിത് ഇത്രയും ഭാഗത്താണ് ഇമേജ് കൊണ്ടുവരുന്നത്. ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്യാം. അവിടെയായിട്ട് നമുക്ക് എന്ത് കാണാം? ഇമേജ് ഫ്രെയിം കാണാം. ഇവിടെ ക്രോസ് ആയിട്ട് ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് കാണാൻ പറ്റും. ഇതിന് ഇമേജ് ഫ്രെയിം എന്ന് പറയും. ഇനി നമുക്ക് ഇതിലേക്ക് ഇമേജ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടന്റ് ഗെറ്റ് ഇമേജ് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. എന്നിട്ട് എവിടെയാണോ നിങ്ങളുടെ ഇമേജ് ഉള്ളത് അങ്ങോട്ടേക്ക് വരിക. ഹോമിലെ സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡർ ഉണ്ട്, അതിനകത്ത് ക്ലാസ് 10 എന്ന ഫോൾഡർ ഉണ്ട്. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ സ്ക്രൈബസ് എന്ന് കാണാം. സ്ക്രൈബസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആവശ്യമായുള്ള ഇമേജസ് കുറേ ഉണ്ട്. ഞാനിവിടെ രണ്ടാമത്തെ ഷൂട്ടിംഗ് JPEG എന്ന് പറയുന്ന ഈ ഒരു ഫയലാണ് എടുക്കുന്നത്. ഈ ഒരു ഇമേജ് ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഇമേജ് വന്നിട്ടുണ്ട്. പക്ഷേ ഇമേജിൻ്റെ ഒരു പോർഷൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിമിന് കണക്കായിട്ട് ഇമേജിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഇമേജിൽ അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം ഉണ്ട്, അത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രെയിമിന് കണക്കായിട്ട് ആ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ഒരു ഇമേജ് ചിലപ്പോൾ നിങ്ങൾക്ക് വേറൊരു രീതിയിലാണ് കാണാൻ പറ്റുക. അതായത് ഇതേപോലെ കാണാം ചില സമയത്ത്. അതായത് നമ്മുടെ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഈ ഒരു ടെക്സ്റ്റ് ഇമേജിന് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ചിലപ്പോൾ വന്നതെങ്കിൽ ഇതിനെ മുകളിലേക്ക്, അതായത് ഇമേജിനെ നമുക്ക് ടെക്സ്റ്റിന്റെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇമേജിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ലെവലിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ റേസ് ടു ടോപ്പ് ഉണ്ട്, റേസ് ടു ടോപ്പ് അത് കൊടുക്കുക. അപ്പോൾ ആ ഇമേജ് മുകളിലേക്ക് വന്നോളും. ഇങ്ങനെയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് വരേണ്ടത്. കാരണം എന്താ, ഇത് കണ്ടില്ലേ, ഇമേജ് നമ്മുടെ ടെക്സ്റ്റിന് മുകളിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അവിടെയുള്ള വാർത്ത വായിക്കാൻ പറ്റുമോ? ഇങ്ങനെയാണോ നമ്മുടെ പത്രത്തിൽ ഉണ്ടാവുക? അല്ലാലോ. കൃത്യമായിട്ട് നല്ല വൃത്തിയിൽ ഇവിടെ വരെ വാർത്ത, പിന്നെ ഇമേജ് കഴിഞ്ഞാൽ ആ വാർത്ത വരുന്ന വിധത്തിലേക്ക് കൊണ്ടുവരണം. അതെങ്ങനെയെന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇമേജിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. താഴെ പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് വിൻഡോ ഇവിടെ ഓപ്പൺ ആയി. വൃത്തിയിൽ കാണാൻ ഞാൻ ഈ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ക്ലോസ് ചെയ്യുന്നു. ഇപ്പം ഇവിടെ കാണുന്നത് നമ്മുടെ ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഷേപ്പ് എന്ന് പറയുന്ന ഒരു ടാബ് കാണാം. പുതിയ ഒരു ടാബാണ്, നമ്മൾ ഇത്ര വരെ അത് പഠിച്ചിട്ടില്ല. ഈ ഷേപ്പിലേക്ക് വരിക. ഷേപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് നോക്കിക്കോ, ടെക്സ്റ്റ് ഫ്ലോ എന്ന് കാണാൻ പറ്റും. ഇവിടെ രണ്ടാമതായിട്ട് കാണാൻ പറ്റുന്നത് ടെക്സ്റ്റ് ഫ്ലോ എറൗണ്ട് ഫ്രെയിം ഷേപ്പ്, അത് കൊടുക്കുക.
നമ്മുടെ ഫ്രെയിം എന്ന് പറയുന്നത് ഇതാണ്, അതിന് കണക്കായിട്ട് ആ ടെക്സ്റ്റ് വന്നു. ഈ രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ഒന്ന് വൃത്തി കിട്ടാൻ, അതായത് നമ്മുടെ ഇതിന് മുകളിലേക്ക് കയറി നിന്നതൊക്കെ കുറച്ചും കൂടി വൃത്തി കിട്ടാൻ, ഇവിടെയൊക്കെ കുറച്ചൊന്ന് ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കോണ്ടൂർ ലൈൻസ് ഉപയോഗിക്കാം. ഓക്കെ, ചിത്രങ്ങളും അക്ഷരങ്ങളും കൃത്യമായ ഒരു ഗ്യാപ്പിൽ അവിടെ കൃത്യമായി വരാൻ വേണ്ടിയിട്ട് കോണ്ടൂർ ലൈൻസ് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇവിടെ ഷെയ്പ്പിലേക്ക് വരിക. ഷെയ്പ്പിൽ ഈ ഷെയ്പ്പിന് നേരെ എഡിറ്റ് എന്ന് കാണാം. ഓക്കെ, എഡിറ്റ് ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോട്ട്സ് എന്ന് പറയുന്ന ഒരു വിൻഡോ കിട്ടും. ഈ വിൻഡോയിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ എഡിറ്റ് കോണ്ടൂർ ലൈൻ എന്ന് കാണാം. എഡിറ്റ് കോണ്ടൂർ ലൈൻ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എഡിറ്റ് കോണ്ടൂർ ലൈൻ എന്നത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ കണ്ടില്ലേ, നേരത്തെ ഫ്രെയിമിന് അവിടെ വന്നതുപോലെ ഇവിടെ ഒരു ബ്ലൂ കളറിൽ ചെറിയൊരു നോട്ട്സ് ഒക്കെ വന്നത് കാണാം. ഈ നോട്ട്സ് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, കുറച്ച് ദൂരേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ, കുറച്ചൊന്ന് പുറത്തേക്കാവുന്ന വിധത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഞാനിപ്പോൾ ഈ രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. ജസ്റ്റ് ഓക്കെ കൊടുത്ത് വിടുക. ഇനി ഇവിടെ കണ്ടില്ലേ കുറേ ടെക്സ്റ്റ് ഫ്ലോ ഉണ്ട്. അതിൽ ടെക്സ്റ്റ് ഫ്ലോ അറൗണ്ട് കോണ്ടൂർ ലൈൻ എന്നുണ്ട്, അത് കൊടുക്കുക. അപ്പോൾ എന്താ വന്നേ, നമ്മൾ നേരത്തെ ഒരു കോണ്ടൂർ ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്, ലൈറ്റായിട്ട് ഇവിടെ കാണാം. അതായത് കോണ്ടൂർ ലൈനിൻ്റെ മുകളിൽ തൊടാതെ ജസ്റ്റ് ഒരു വൃത്തിയായിട്ട് ഗ്യാപ്പിൽ അവിടെ വന്ന് നിന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പം കുറച്ചും കൂടി വൃത്തിയിൽ കാണുന്നത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മുടെ കോണ്ടൂർ ലൈൻ ഇത് ഇവിടെ കാണുന്നുണ്ട്. ആ കോണ്ടൂർ ലൈനിൻ്റെ ചുറ്റുമായിട്ടാണ് ടെക്സ്റ്റ് ഇപ്പോൾ വന്ന് നിന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 42ാമത്തെ പേജ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ടേബിൾ 2.1. ആ ഒരു ടേബിളിൽ പറയുന്നത് ടെക്സ്റ്റ് ഫ്ലോ ഓപ്ഷൻസിനെ പറ്റിയാണ്. ഓക്കെ, അത് നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഓരോ ഓപ്ഷൻസും, ആ ടെക്സ്റ്റ് ഫ്ലോൻ്റെ നേരെയുള്ള ഓരോ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്താണ് അതിൻ്റെ യൂസ് എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു ടേബിൾ ഫില്ല് ചെയ്യാം. കൺഫ്യൂഷൻ ആവാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓപ്ഷൻ ഓക്കെ, ഡിസേബിൾഡ്, ടെക്സ്റ്റ് ഫ്ലോ അറൗണ്ട് ഫ്രെയിം ഡിസേബിൾഡ് കൊടുക്കുന്നു. അപ്പോൾ എന്താ, അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, അതായത് നമ്മളെല്ലാം ഡിസേബിൾ ചെയ്ത് വെച്ചു. ഇനി ഇതിൽ പറയുന്ന ഈ 4 ഓപ്ഷൻസും വ്യക്തമായിട്ട് മനസ്സിലാവാൻ ചെറിയൊരു പരിപാടി ഞാനിവിടെ ചെയ്യുന്നതാണ്, ഒന്ന് ശ്രദ്ധിച്ചോ. ഓക്കെ, എന്നാലേ അത് കറക്റ്റ് മനസ്സിലാവും. ഞാനിവിടെ നമ്മുടെ ചിത്രത്തെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് കൊടുക്കുന്നു. ഓക്കെ, എഡിറ്റ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഈ ചിത്രത്തിന് ഇവിടെ കാണുന്ന നോട്ട്സ് ഇല്ലേ, ഈ നോട്ട്സിനെ എനിക്ക് പിടിച്ച് വലിച്ചിട്ട് നമ്മുടെ ചിത്രത്തിൻ്റെയൊക്കെ ആ ഷേപ്പ് മാറ്റാൻ പറ്റും. ഞാനിപ്പോൾ ഈ രീതിയിലേക്ക് ഷേപ്പ് മാറ്റി. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ ഷേപ്പ് മാറ്റി. ഇനി ശ്രദ്ധിക്കണം, ഇനി എഡിറ്റ് കോണ്ടൂർ ലൈന് ടിക്ക് ചെയ്തിട്ട് അപ്പോൾ നമുക്കിവിടെ കോണ്ടൂർ ലൈൻ കാണാം. ഈ കോണ്ടൂർ ലൈനിനെയും ഞാനൊന്ന് പിടിച്ച് വലിച്ച് മാറ്റുന്നു. ജസ്റ്റ് ഇതാ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. അത് മനസ്സിലാകും, എന്താണെന്ന് കാണിച്ചു തരാം. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഒന്നുമില്ല, സിമ്പിളാണ്. ഇവിടെ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഈ നീല, ഇതാണ് നമ്മുടെ കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ ചിത്രം ഉണ്ടല്ലോ, ഇത് നമ്മുടെ ചിത്രമാണ്. ഓക്കെ, ആ ഒരു ചിത്രത്തിൻ്റെ ഷേപ്പ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിന് പുറകിലായിട്ടൊരു സാധനം കാണാം അല്ലേ, ഒരു ബോക്സ് പോലെ. ഇതിനെയാണ് നമ്മൾ ബൗണ്ടിങ് ബോക്സ് എന്ന് പറയുന്നത്. ഈ പുറകിൽ ഇവിടെ ഞാൻ വെച്ചിട്ടുള്ളത് കോണ്ടൂർ ലൈനാണ്, ഇവിടെ കാണുന്നത് ബൗണ്ടിങ് ബോക്സ് ആണ്, ഇവിടെ കാണുന്നത് നമ്മുടെ ചിത്രമാണ്. ചിത്രത്തിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് ഏത് രീതിയിലേക്ക് ഇങ്ങനെയൊക്കെ മാറ്റി വെക്കാം. ഇനിയാണ് നമ്മുടെ പണി തുടങ്ങുന്നത്. ഞാൻ ഓക്കെ കൊടുക്കുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഫ്ലോ അറൗണ്ട് ഫ്രെയിം ഷേപ്പ്. അത് കൊടുക്കുമ്പം കണ്ടോ എന്താ വരുന്നത്, നമ്മുടെ ആ ഒരു ചിത്രത്തിൻ്റെ ഷേപ്പിന് കണക്കായിട്ട്, ആ ഒരു ഫ്രെയിം ഷേപ്പിന് കണക്കായിട്ട് ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ നമ്മുടെ ആ ഒരു ചിത്രം, അതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് ആ ഒരു അക്ഷരം വന്നു. നമ്മുടെ ആ ഒരു ചിത്രത്തിൻ്റെ ആ ഒരു ഫ്രെയിമിന് കണക്കായിട്ടാണ് വന്നിരിക്കുന്നത്, ആ ചിത്രത്തിന് കണക്കായിട്ടാണ് ടെക്സ്റ്റ് വന്നത്. അടുത്ത ഓപ്ഷനോ, അടുത്തത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ടെക്സ്റ്റ് ഫ്ലോ അറൗണ്ട് ബൗണ്ടിങ് ബോക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ ഒരു ബൗണ്ടിങ് ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, അത് കൊടുക്കുമ്പം എന്താ വരുന്നത് കണ്ടില്ലേ, ആ ഒരു ബൗണ്ടിങ് ബോക്സിന് കണക്കായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ബൗണ്ടിങ് ബോക്സ് അതൊരു ബോക്സ് ആണ്. ആ ബൗണ്ടിങ് ബോക്സ് നമ്മളിപ്പോൾ ഇവിടെ ഒരു വൃത്തം വരച്ചിട്ട്, വൃത്തത്തിലാണ് ചിത്രം കൊടുത്തതെങ്കിൽ പോലും അതിന് ചുറ്റും ഒരു ബൗണ്ടിങ് ബോക്സ് ഉണ്ടാവും. ആ ബൗണ്ടിങ് ബോക്സിന് കണക്കായിട്ടാണ് ടെക്സ്റ്റ് വന്നിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ടെക്സ്റ്റ് ഫ്ലോ അറൗണ്ട് കോണ്ടൂർ ലൈൻ. ഇത് കൊടുക്കുമ്പോൾ എന്താ വരുന്നത്, അതെ, നമ്മൾ നേരത്തെ എഡിറ്റ് കോണ്ടൂർ ലൈൻ കൊടുത്തിട്ട് ഒരു കോണ്ടൂർ ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ടായിരുന്നു. ആ കോണ്ടൂർ ലൈനിൻ്റെ ചുറ്റുമായിട്ടാണ് ഇപ്പോൾ ടെക്സ്റ്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ ഈ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്കറിയാം, പ്രത്യേകിച്ച് ഒന്നുമില്ല, അത് നമ്മൾ ഡിസേബിൾ ചെയ്ത് വെക്കുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഫ്ലോ അറൗണ്ട് ഫ്രെയിം ഷേപ്പാണ്. അതിനർത്ഥം നമ്മുടെ ചിത്രത്തിൻ്റെ ആ ഒരു ഫ്രെയിമിന് കണക്കായിട്ട്, ആ ചിത്രത്തിൻ്റെ ഷേപ്പിന് കണക്കായിട്ട്, ആ ഫ്രെയിം ഷേപ്പിന് കണക്കായിട്ട് ടെക്സ്റ്റ് വരും എന്നുള്ളതാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്
എറൗണ്ട് ബൗണ്ടിങ് ബോക്സ് ആണ്. ഇതാണ് നമ്മുടെ ബൗണ്ടിങ് ബോക്സ് എന്ന് പറയുന്നത്. ആ ഒരു ബോക്സിന് കണക്കായിട്ടായിരിക്കും വരുന്നത്. അടുത്തത് കോണ്ടൂർ ലൈനാണ്, എറൗണ്ട് കോണ്ടൂർ ലൈനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഡിറ്റ് കോണ്ടൂർ ലൈൻ ഉപയോഗിച്ചിട്ട് ഒരു കോണ്ടൂർ ലൈൻ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചും കൂടി വലുതാക്കാം ചെറുതാക്കാം ഒക്കെ ചെയ്യാം. ആ കോണ്ടൂർ ലൈനിൻ്റെ ഷേപ്പിന് കണക്കായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് വരുന്നത്. ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഞാനിനി തിരിച്ച് പഴയ പോലെ ഇതിന് വെക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ന്യൂസിലേക്ക്, അതായത് ഈ രീതിയിലാണല്ലോ നമുക്ക് തയ്യാറാക്കേണ്ടത്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്നത് ഒന്ന്, ഇവിടെ നമ്മുടെ ഹെഡിങ് ഉണ്ട്, അതേപോലെ ഇവിടെ ഹെഡിങ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ എങ്ങനെയാണ് പറ്റുക, എങ്ങനെയാണ് റെഡിയാക്കുക എന്ന് നോക്കാം. നമുക്കിതാ ഇവിടെ കൊടുക്കേണ്ട ഹെഡിങ് എന്താണോ എന്നുള്ളത് ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇങ്ങോട്ടേക്ക് ടെക്സ്റ്റ് ഉൾപ്പെടുത്തിയപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, വീണ്ടും ടെക്സ്റ്റ് ഫ്രെയിം ടി എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ഫ്രെയിം എടുക്കുന്നു. ഇവിടെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുന്നു. ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം സംഭവം തന്നെ വീണ്ടും വീണ്ടും കാണിച്ച് ബോറാക്കുന്നില്ല, ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാൻ പറ്റും. ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ആ ഒരു ഹെഡിങ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് എന്ത് ചെയ്താൽ മതി, കോപ്പി ചെയ്യാം. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇത് മാത്രം സെലക്ട് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹെഡിങ് മാത്രം സെലക്ട് ആയി കിട്ടും. ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ കട്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റിൽ കട്ട് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക്, എഡിറ്റ്, കട്ട്. ഓക്കെ, ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ജസ്റ്റ് പറഞ്ഞതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ടൈപ്പും ചെയ്യാം. ഓക്കെ, എഡിറ്റ്, കട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കത് അവിടെ നിന്ന് കട്ട് ചെയ്യാൻ പറ്റി. ഇനി എന്ത് ചെയ്യുക, ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ഫ്രെയിം ഉണ്ട്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, എഡിറ്റ്, പേസ്റ്റ്. ഇതൊന്നും കൺഫ്യൂഷൻ ആവേണ്ട കേട്ടോ, ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നതാണ്. ഓക്കെ, പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ടെക്സ്റ്റിന് ആവശ്യത്തിനുള്ള വലിപ്പം കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വേണ്ടത് ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് വിൻഡോ ആണ്. ഇവിടെ കാണുന്നത് പ്രോപ്പർട്ടീസ് വിൻഡോ ആണ്. ഇതല്ല നമുക്ക് വേണ്ടത്. ഫോണ്ട് ഫാമിലി, ഫോണ്ട് സൈസ് ഒക്കെ കൂട്ടണമെങ്കിൽ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് വേണം. ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കണ്ടന്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. അപ്പോഴാണ് നമുക്കിവിടെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് വിൻഡോ വരുന്നത്. ഇവിടെ എന്ത് ചെയ്യുക, ആവശ്യത്തിനുള്ള ഫോണ്ട് ഫാമിലി കൊടുക്കുക. ഓക്കെ, ഇവിടെ ലാംഗ്വേജ് കൊടുക്കുക. ഫോണ്ടിൻ്റെ സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സൈസ് കൂട്ടി കൊടുക്കുക. ഓക്കെ അല്ലേ. ഇനി ഇതിനെ നടുവിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അലൈന് സെൻറ്റർ കൊടുക്കുക, അലൈൻ ടെക്സ്റ്റ് സെൻറ്റർ കൊടുക്കുക. ഓക്കെ അല്ലേ, ഇത്രയും കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഹെഡിങ് കൊടുത്തു. ഇനി ഇതിൻ്റെ ഫോണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിനെ മുഴുവനായിട്ട് സെലക്ട് ചെയ്യുക. മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ അനേക് മലയാളം എന്നതാണ് ഇവിടെയുള്ള ഫോണ്ട്. ആ ഫോണ്ട് നിങ്ങൾക്ക് വേറെ ഒരു മലയാളം യൂണീക്കോഡ് ഫോണ്ടിലേക്ക് നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാൻ പറ്റും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫോണ്ടുകൾ കാണാം. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ഫോണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം. സെറ്റല്ലേ. ഇനി എന്ത് വേണം, താഴെ ഒരു ഹെഡിങ് കൊടുക്കാനുണ്ട്. കുട്ടികൾക്കുള്ള ഹ്രസ്വ ചിത്ര നിർമ്മാണ പരിശീലനം ആരംഭിച്ചു എന്നുള്ളത് ടെക്സ്റ്റ് അവിടെ തന്നെയുണ്ട്, അതിൽ തന്നെ മാറ്റം വരുത്തിയാൽ മതി. ഇതാ കുട്ടികൾക്കുള്ള ഹ്രസ്വ ചിത്ര, നമ്മൾ ഓൾറെഡി ഗെറ്റ് ടെക്സ്റ്റ് കൊടുത്തപ്പോൾ ഇവിടെ ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. അതിനെ ഒന്ന് ഹെഡിങ് ആക്കിയാൽ മതി. ഇതിനെ മാത്രം, ഇതൊക്കെ വേഗത്തിൽ പറഞ്ഞു പോകുന്നതാണ്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ ഭംഗിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിനെ മാത്രമായിട്ട് ഞാൻ സെലക്ട് ചെയ്തു. ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു, മറ്റൊരു ഫോണ്ട് കൊടുക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഈ അനേക് മലയാളം എന്നത് മാറ്റിയിട്ട് കേരളീയം എന്ന് പറയുന്ന ഒരു ഫോണ്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അത് ചെറുതായിപ്പോയി. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഫോണ്ട് സൈസ് ഇവിടെ നിന്ന് കൂട്ടി കൊടുക്കുന്നു. വേഗത്തിൽ പറഞ്ഞു പോവാം. ഓക്കെ, ഞാൻ ഇതിൻ്റെ സൈസ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിൽ കളേഴ്സ് ആൻഡ് എഫക്റ്റിലേക്ക് വരിക. കളേഴ്സ് ആൻഡ് എഫക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്ലാക്ക് ആണുള്ളത്. ആ ബ്ലാക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, മറ്റൊരു കളർ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, ഇവിടെ താഴെയായിട്ട് 2 ലൈൻസ് വരച്ചു കൊടുക്കണം. എന്നിട്ട് അതിനിടയിലായിട്ടാണ് നമ്മുടെ ആ ഒരു ഹെഡിങ് വരുന്നത്. ഓക്കെ, ലൈന് വരയ്ക്കാൻ ലൈൻ ടൂൾ ഉണ്ട്. ലൈൻ എന്നത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെയായിട്ട് ഞാൻ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒരു ലൈന് വരച്ചു കൊടുക്കുന്നു. ഇവിടെ വരെ ഒരു ലൈന് വരക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ലൈനിന് ഇങ്ങനെ ഡോട്ട് പോലെയൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, ഈ പ്രോപ്പർട്ടീസിലേക്ക് വരിക. ഓക്കെ, ഈ പ്രോപ്പർട്ടീസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലൈൻ എന്ന് കാണാം. ലൈൻ ഇതൊക്കെ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ടെക്സ്റ്റിൽ പറയുന്നതല്ല. എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നേ ഉള്ളൂ. വേഗത്തിൽ പറഞ്ഞു പോവാണ്, കൺഫ്യൂഷൻ ആയി പോകണ്ട. ഇവിടെ ലൈനിൽ ടൈപ്പ് ഓഫ് ലൈൻ കാണാമല്ലോ. ഈ ടൈപ്പ് ഓഫ് ലൈന് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേറെ കുറേ ലൈൻസ് ഉണ്ട്. ഇതിൽ വേറെ ഏതെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിന് കണക്കായിട്ട് അത് വന്നോളും. ജസ്റ്റ് കുത്തു പോലെയൊക്കെ ആയിട്ട് വരും. ഞാൻ ഒരു ലൈന് റെഡിയാക്കി. ഇനി ഇതിൻ്റെ എന്ത് ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ D കൊടുത്തു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ഓക്കെ, എന്നിട്ട് ഇതിനെ ഇവിടെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിനെ നമുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കണം. ഈ ടെക്സ്റ്റ്, ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് മാത്രം സെലക്ട് ചെയ്യുക. ഞാൻ തൽക്കാലം ഈ ടെക്സ്റ്റിനെ എന്ത് ചെയ്യുന്നു, മുറിച്ച് കളയുന്നു, കട്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റിൽ കട്ട് കൊടുക്കുക. അത് കട്ട് ചെയ്തെടുത്തു.
ഓക്കെ, ഇനി ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ടെക്സ്റ്റിനൊക്കെ ഒന്ന് താഴ്ത്തി കൊടുക്കുന്നു. ഇതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ടെക്സ്റ്റ് ഫ്രെയിം എന്ന ടൂൾ എടുക്കുന്നു, എന്നിട്ട് ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്യുന്നു. അതിനകത്ത് എന്ത് ചെയ്യുന്നു, ഞാനിപ്പോൾ കട്ട് ചെയ്തതിനെ പേസ്റ്റ് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, എഡിറ്റ്, പേസ്റ്റ്. ഓക്കെ അല്ലേ? അത് ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ബ്ലാക്ക് കളർ കൊടുക്കാം. സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് വിൻഡോ ഇല്ല, അത് ഞാൻ നേരത്തെ കളഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കണ്ടന്റ് പ്രോപ്പർട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് വിൻഡോ വരും. ഇവിടെയായിട്ട് നമുക്ക് കളർ ആൻഡ് എഫക്ട്സ് ഉണ്ട്. ഇവിടെ ബ്ലൂ മാറ്റിയിട്ട് ഞാൻ ബ്ലാക്ക് തന്നെ കൊടുക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി. ഇനി എന്ത് വേണം, നമ്മുടെ ന്യൂസ് എടുത്ത് നോക്കുക. ന്യൂസ് എടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ ഓസോൺ ദിനാചരണം എന്നുള്ളതുണ്ട്. ഈ ഓസോൺ ദിനാചരണം എന്നത് റെഡിലേക്ക് മാറ്റണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി, നമ്മൾ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ. ഓസോൺ ദിനാചരണം മാത്രം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിൽ നിന്ന് അതിൻ്റെ വലിപ്പം കൂട്ടിക്കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് അതിൻ്റെ വലിപ്പം ഒന്ന് കൂട്ടിക്കൊടുക്കാം. ഇങ്ങനെ ഞാൻ കൂട്ടിക്കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ കളർ നമുക്ക് മാറ്റാം. ഇവിടെ നിന്ന് റെഡ് കളർ ഞാൻ ചൂസ് ചെയ്യുന്നു. ഓക്കെ, റെഡ് കളർ ചൂസ് ചെയ്തു. ഇനി എൻ്റെ ഫോണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഫോണ്ട് നമുക്ക് ഇവിടെ നിന്ന് മാറ്റാം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ഓസോൺ ദിനാചരണം കുറച്ച് താഴെ വന്നിട്ടാണല്ലേ ഉള്ളത്. നമ്മുടെ ഈ ഒരു ചിത്രത്തിൽ ഓസോൺ ദിനാചരണം ഫസ്റ്റ് ആണുള്ളത്. അപ്പോൾ ഈ രീതിയിലേക്ക് ക്രമീകരിക്കാൻ നമുക്കിത് ബാക്കിയുള്ള ടെക്സ്റ്റില്ലേ അതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് കുറച്ചാൽ മതി. അപ്പോൾ ഞാനിത് കട്ടപ്പനയുടെ കാൻ്റെ മുകളിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഞാൻ ഇവിടെ വരെ ഒന്ന് ഡ്രാഗ് ചെയ്യുന്നു. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ വരെ നമുക്ക് സെലക്ട് ആയി കിട്ടും. എന്നിട്ട് ഇവിടെ ഫോണ്ട് സൈസ് ഉണ്ടല്ലോ 13 ആണുള്ളത്, അത് ഒറ്റ ഒന്നിട്ട് നമ്മൾ കുറക്കുക, 12 ആക്കുക. അപ്പോൾ തന്നെ കുറച്ചൊന്ന് മുകളിലേക്ക് പോയി ഒന്നുകൂടി കുറക്കുക, 11 ആക്കുക. അപ്പോൾ നമുക്കിത് ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി ഇതാ ഈ ഒരു ഫോണ്ടും കൂടി ഇത് ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചത് ഇത്ര വരെ സെലക്ട് ചെയ്യുന്നു, ഇത്ര വരെ സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഫോണ്ട് സൈസും കൂടി ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് കുറച്ച് കൊടുക്കുന്നു. ഓക്കെ, ബാക്കിയുള്ളതും കൂടി നമുക്ക് കുറക്കാം. ഓക്കെ, ഇത്രയും റെഡിയാക്കി വെച്ചു. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മൾ ഈ ഒരു പോസ്റ്ററിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ഓസോൺ ദിനാചരണം എന്നുള്ളതും ഈ ഒരു ഭാഗം ഈ ഒരു സൈഡിലേക്കാണ് അലൈൻ ചെയ്തിരിക്കുന്നത്, റൈറ്റ് സൈഡിലേക്കാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് എന്ന് നോക്കാം. എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി, ഈ ഓയുടെ മുമ്പിലായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, ഇത്ര വരെ ഡ്രാഗ് ചെയ്യാം, ഇത്ര വരെ ഡ്രാഗ് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ എലൈൻ ഉണ്ട്, എലൈന് എന്ത് ചെയ്യുക, എലൈന് റൈറ്റ് എന്നത് എലൈൻ ടെക്സ്റ്റ് റൈറ്റ് കൊടുക്കുക. അപ്പോൾ ഈ സൈഡിലേക്ക് അത് പോയിട്ടുണ്ട്. ഓക്കെ, ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് ക്രമീകരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ പ്രിവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രിവ്യൂ മോഡ് ഉണ്ട്. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും ഇത് ഉണ്ടാവുക എന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ആ ഒരു ബാനറിന് മുകളിലായിട്ട് ഒരു യെല്ലോ കളറിലെ ടെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്യണം. അത് നിങ്ങൾ തന്നെ ആഡ് ചെയ്തോളൂ, കാരണം നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂട്ടിയിട്ട് നിങ്ങളെ ബോധടിപ്പിക്കുന്നില്ല. സെയിം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ നമുക്ക് അവിടെ ചെയ്യാനുള്ളൂ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ കണ്ടോ? ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറും നമ്മൾ തയ്യാറാക്കിയ ന്യൂസ് പേപ്പറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ? ഇതിന് നല്ല വൈറ്റ് ആണ് വന്നത്, എന്നാൽ ഇതിനോ അങ്ങനെ ഒരു വൈറ്റ് അല്ല, ജസ്റ്റ് ഒരു ബ്ലാക്ക്, ലൈറ്റ് ബ്ലാക്ക് വരുന്ന പോലുള്ള ഒരു കളറാണ് അല്ലേ. ആ ഒരു കളർ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്, ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ഇപ്പം ഞാനിത് പ്രിവ്യൂ മോഡിലാണുള്ളത്. പ്രിവ്യൂ മോഡിന് ഓഫ് ചെയ്യുന്നു. ഈ ഒരു കണ്ണിൽ, ഈ ചങ്ങായിൻ്റെ കണ്ണിലൊന്ന് കുത്തി കൊടുത്താൽ മതി. ഓക്കെ, ടൂൾ ബാറിൽ നമുക്ക് ആവശ്യമായുള്ള ഷേപ്പ് വരയ്ക്കാനുള്ള ഷേപ്പ് ടൂൾ ഇട്ട് ശ്രദ്ധിക്കുക. ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കാൻ വേണ്ടിയാണ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ ഷേപ്പ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ ഇതിനൊന്ന് ഔട്ട് സൂം ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ഔട്ട് സൂം ചെയ്യുന്നു. എന്നിട്ട് ഈ ഷേപ്പ് ടൂള് ഇതാ ഇവിടെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്യുക, പേജ് മുഴുവനായിട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പേജ് മുഴുവനായിട്ട് ഞാൻ ആ ഷേപ്പ് ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്തു. അപ്പോൾ ഈ പേജ് മുഴുവനായിട്ടൊരു ഷേപ്പ് വന്നിട്ടുണ്ട്, ഒരു റെക്റ്റാങ്കിൾ വന്നിട്ടുണ്ട്. അതിന് കളർ കൊടുക്കുക. ഒരു ഷേപ്പിന് കളർ കൊടുക്കുന്നത് നമുക്കറിയാം, നമ്മളിവിടെ പ്രോപ്പർട്ടീസ് വിൻഡോയിൽ നിന്നാണ്. ഓക്കെ, ഇവിടെ പ്രോപ്പർട്ടീസ് വിൻഡോ ഉണ്ട്. പ്രോപ്പർട്ടീസ് വിൻഡോ ഇല്ലെങ്കിൽ ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ പ്രോപ്പർട്ടീസ് എന്നത് ചെക്ക് ബോക്സ് ടിക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് വിൻഡോ വരും. പ്രോപ്പർട്ടീസ് വിൻഡോയിൽ ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമ്മുടെ കളർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് വരിക. ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമായുള്ള കളർ, ഞാനിവിടെ അലൂമിനിയം ഗ്രേ 2 എന്നീ ഒരു കളർ ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അലൂമിനിയം ഗ്രേ 1 എന്ന കളർ ചൂസ് ചെയ്യാം. ഇപ്പം എന്താ, ആ ഷേപ്പിന് കളർ വന്നപ്പോൾ അവിടെ കൊടുത്ത് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഈ ഷേപ്പിനെ അതിൻ്റെ പുറകിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ഈ ഷേപ്പിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെവലുണ്ട്, ലെവലിൽ ലോവർ ടു ബോട്ടം കൊടുക്കുക, ലെവലിൽ ലോവർ ടു ബോട്ടം കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒക്കെ തന്നെ പുറകിലേക്ക് ആ ഒരു ഷേപ്പ് പോകും. ഓക്കെ, ഇനി ഞാനിതൊന്ന് സൂം ചെയ്യാണ്. ഓക്കെ, സൂം ചെയ്യുന്നു. പ്രിവ്യൂ മോഡ് എടുത്ത് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ ആ ഒരു ന്യൂസ് നല്ല കൃത്യമായിട്ട് നല്ല വൃത്തിയിൽ നമ്മൾ ഈ ഒരു ഇതിൽ കണ്ടതുപോലെ തന്നെ
വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പത്രത്തിന്റെ ഫസ്റ്റ് പേജിന്റെ പണി ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രിന്റ് എടുക്കണം എന്നുണ്ടെങ്കിലും അതേപോലെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ PDF ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുണ്ട്. എങ്ങനെയാണ് PDF ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. നമ്മൾ എന്ത് മാറ്റങ്ങൾ വരുത്തിയാലും എന്ത് കാര്യങ്ങൾ ഇതിലേക്ക് വരുത്തിയാലും അതിനെ കൃത്യമായിട്ട് സേവ് ചെയ്യണം, മറന്നു പോകരുത്. ഫയലിൽ സേവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതവിടെ സേവ് ആയിക്കോളും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ എക്സ്പോർട്ട് ചെയ്തെടുക്കണം. ഫയലിൽ എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ടിൻ്റെ നേരെ കുറേ ഫോർമാറ്റുകൾ കാണാം. ഇതിൽ നമുക്ക് PDF ആണ് ആവശ്യമായിട്ടുള്ളത്. EPS, PDF, ഇമേജ്, SVG, XPS ഒക്കെ ഉണ്ട്. ഇതിൽ വളരെ പ്രധാനമായിട്ട് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് സേവ് ആസ് PDF ആണ്, അത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കിട്ടുക. ഈ വിൻഡോയിൽ എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ചേഞ്ച് കാണാൻ പറ്റും. ഈ ചേഞ്ച് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഫോൾഡർ ചൂസ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഹോമിലെ സ്റ്റുഡൻസ് വർക്ക് 10 എന്ന ഫോൾഡറിനകത്ത് ഇവിടെ തന്നെ സ്കൂൾ ന്യൂസ് എന്ന് ഞാനൊരു പേര് കൊടുക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് ഇവിടെ കൊടുക്കാം. ഒരു പേര് കൊടുക്കുക, എന്നിട്ട് ഇവിടെ സേവ് കൊടുക്കുക. ഓക്കെ, പേര് കൊടുക്കുക, സേവ് കൊടുക്കുക. അങ്ങനെ മാത്രം കൊടുത്താൽ പോരാ. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ അത് എവിടെ കൊടുക്കണം അല്ലെങ്കിൽ എവിടെ സേവ് ചെയ്യണം എന്നുള്ള പാത്ത് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് അവിടെ കൃത്യമായിട്ടത് PDF ആയിട്ട് എക്സ്പോർട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ സേവ് എന്നൊരു ബട്ടൺ കാണാം. ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. ഇത്രയേ ചെയ്യാനുള്ളൂ, പരിപാടി കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ സേവും ചെയ്തു, PDF ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ടും ചെയ്തു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഫോൾഡറിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, ഞാനിതൊക്കെ ക്ലോസ് ചെയ്യുന്നു, മുഴുവനായിട്ട് ക്ലോസ് ചെയ്യുന്നു. നമ്മുടെ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഇവിടെ താഴെ ഹോം ഉണ്ട്, ഹോമിലേക്ക് വരിക. ഹോമിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സ്റ്റുഡൻസ് വർക്ക് 10 എന്ന് കാണാൻ പറ്റും. സ്റ്റുഡൻസ് വർക്ക്സ് 10ലേക്ക് വരിക. അതിലിതാ നമ്മുടെ സേവ് ചെയ്ത് വെച്ച ആ ഒരു ഫയൽ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്ത് വെച്ച ഫയൽ ഇവിടെയുണ്ട്. ഇതെന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, ഇതാ നമ്മുടെ ആ ഒരു പത്രം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ സംഭവമൊക്കെ റെഡിയാണ്. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒരുപാട് ടൂളുകളും കുറേ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ജസ്റ്റ് ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പം നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ഹായ് നല്ല രസമുണ്ട് എന്ന് തോന്നിയാലും പിന്നീട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ അടച്ചു വെച്ചിട്ട് ചിലപ്പോൾ ഇതിൽ പല പ്രവർത്തനങ്ങളും ചെയ്യുമ്പം അതെങ്ങനെയായിരുന്നു ഇതെങ്ങനെയായിരുന്നു എന്നുള്ള കുറച്ച് കൺഫ്യൂഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അത് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി 2 പേജാണ് ഇവിടെ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പേജിൻ്റെ പണി മാത്രമേ നമ്മൾ പൂർത്തിയാക്കിയിട്ടുള്ളൂ. അതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇതാ സെക്കൻഡ് ഒരു പേജും കൂടി അവിടെ കാണാൻ പറ്റും. ഈ ഒരു പേജ് നമ്മൾ ഓൾറെഡി ഇപ്പം പഠിച്ചിട്ടുള്ള ടൂളുകൾ മാത്രമേ ഉപയോഗിക്കാനുള്ളൂ. ആ ടൂളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് ആ ഒരു 2ാമത്തെ പേജ് കൂടി ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കി നോക്ക്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസും കൂടി ചെയ്ത് ഒന്ന് സെറ്റ് ആവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ സെക്കൻഡ് പാർട്ടിൽ എന്തൊക്കെയാണ് പഠിച്ചത് എന്ന് വേഗത്തിൽ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പകുതി സെറ്റാക്കി സേവ് ചെയ്ത് വെച്ച ആ ഒരു ഫയൽ സ്ക്രൈബസിലേക്ക് ഓപ്പൺ ചെയ്തു. അതിനുശേഷം അതിലേക്ക് എങ്ങനെയാണ് ഒരു ചിത്രത്തെ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് നമ്മൾ നോക്കി. അവിടെ ഇമേജ് ഫ്രെയിമിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. എന്നിട്ട് നമ്മൾ നോക്കിയത് എങ്ങനെയാണ് ഒരു QR കോഡ് സ്ക്രൈബസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും അത് നമ്മുടെ പത്രത്തിൽ നമുക്ക് വേണ്ട സ്ഥലത്ത് എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമുക്ക് ആവശ്യമായുള്ള ടെക്സ്റ്റിനെ എങ്ങനെ കോളങ്ങളായി തിരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പത്രത്തിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കി. നമ്മുടെ വാർത്തകൾക്കിടയിൽ എങ്ങനെയാണ് ചിത്രങ്ങളെ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതും ആവശ്യമായ രീതിയിൽ കളറുകളും ഹെഡിങ്ങിന്റെ സൈസും ഒക്കെ മാറ്റി നമ്മുടെ ആ ഒരു പത്രത്തെ നല്ല വൃത്തിയിലൊന്ന് റെഡിയാക്കി വെച്ചു. എന്നിട്ട് നമ്മൾ ഈ ഒരു പത്രത്തിനെ കുറച്ചും കൂടി രസം കൂട്ടാൻ വേണ്ടി ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. അവസാനം നമുക്കിതിനെ PDF ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം. ഇത് പ്രിന്റ് എടുക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ PDF ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുണ്ട്. ആ രീതിയിൽ എങ്ങനെയാണ് PDF ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ 2ാമത്തെ പാർട്ടിലൂടെ പഠിച്ചത്. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടോട് കൂടി നമ്മൾ പ്രാക്ടിക്കൽ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു IT വീഡിയോ വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ ദർശൻ.